ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് ഡേ സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈദ് വിശേഷങ്ങൾ കാണാം. ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ ഈദ് കഴിഞ്ഞിട്ടായിരിക്കാം അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈദായിട്ട് എല്ലാ വീടുകളിലും ബിരിയാണി വെക്കണത് തിരക്കാവൂലേ. അപ്പോൾ നമ്മളും പാലക്കാട് ബിരിയാണി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ബിരിയാണിക്കുള്ള മസാലയൊക്കെ നല്ലതായിട്ട് സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മട്ടനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരീൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്ക് അരി ഇടുക ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോയി കാണുക. നമ്മൾ 2 കിലോയ്ക്കുള്ള ബിരിയാണി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ തിള വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിള വന്നിട്ട് നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ പാലക്കാടൻ ബിരിയാണി ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ നിന്ന് മുതൽ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് അരി വന്നിട്ട് അടി പിടിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേവിക്കാണ്ട്, അല്ലെങ്കിൽ മേലേക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ. കാരണം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കൂടെ വേകാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് സെറ്റാക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ചില്ലി കുറച്ച് പൊരിക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ ഇന്നത്തെ പണി ഇതോടെ തീർന്നു കേട്ടോ. പിന്നെ നമ്മൾ സാലഡ് അങ്ങനെയൊക്കെയാണ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് പുറത്ത് പോകുകയാണ് കേട്ടോ. പെട്ടെന്ന് പെരുന്നാളാണ്, അപ്പോൾ മൈലാഞ്ചി ഇടാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പാലക്കാട്ടേക്കുള്ള നെയ്സ് സ്പോട്ടിലേക്കാണ് പോയത് കേട്ടോ. അവിടെ കാണാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഈ ബ്രൈഡ് ടു ബി അങ്ങനെയൊക്കെ കുറേ പേര് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള വാട്ടർ അങ്ങനത്തെ ഇത്, പിന്നെ ട്രെയിൻ പോലുള്ളത് അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.